കഴിഞ്ഞ 21 ദിവസം രാജ്യമൊന്നാകെ കാത്തിരുന്നത് ഒരു ജവാന്റെ മോചനത്തിനായിരുന്നു. അതിർത്തിയിൽ തദ്ദേശവാസികളെ സഹായിക്കുന്നതിനിടെ ലൈൻ ഓഫ് കൺട്രോൾ കടന്നെന്ന് ആരോപിച്ച പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണം കുമാർ ഷായുടെ മോചനമായിരുന്നു അത്. നിരന്തരം ഇന്ത്യ പൂർണം കുമാറിന്റെ മോചനത്തിനായി പാകിസ്ഥാനെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും നിഷേധാത്മക നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 23-നാണ് പൂർണം കുമാർ പാക് പിടിയിലാവുന്നത്. BSFന്റെ 182-ാം ബറ്റാലിയനിലെ അംഗമാണ് പൂർണം കുമാർ. പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ കർഷകർക്ക് സുരക്ഷ ഒരുക്കുന്നതിനിടെയായിരുന്നു അബദ്ധത്തിൽ പൂർണം അതിർത്തി കടന്നത്. തുടർന്ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പൂർണത്തിനെ കസ്റ്റഡിയിലെടുത്തു. പഹൽഗാം ആക്രമണത്തിന് തൊട്ടുപിറ്റേന്നായിരുന്നു പാക് നടപടി. തുടർന്ന് പൂർണത്തിന്റെ ഭാര്യ രജനി BSF കമാൻഡിംഗ് ഓഫീസറെ ഫിറോസ്പൂരിലെത്തി നേരിട്ട് കാണുകയും തന്റെ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. പൂർണം കുമാർ ഷായുടെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ശ്രമങ്ങളെക്കുറിച്ച് വ്യക്തത തേടിയാണ് രജനി ബംഗാളിലെ റിഷ്വയിൽ നിന്ന് പത്താൻകോട്ടിലേക്ക് യാത്ര തിരിച്ചത്. അവിടെ നിന്ന് രജനിയും കുടുംബവും ഫിറോസ്പൂരിലെത്തുകയായിരുന്നു. പൂർണം കുമാറിന്റെ മോചനം ഉറപ്പാക്കാൻ സേന സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് സൈന്യം ഉറപ്പു നൽകിയതോടെ കുടുംബം തിരികെയെത്തി. ഇതിനിടെ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തതോടെ കുടുംബം വീണ്ടും ആശങ്കയിലായി. ഇന്ത്യ തിരിച്ചടി നൽകുമെന്നുറപ്പായിരുന്നുവെന്നും എന്നാൽ അത് പൂർണം കുമാറിന്റെ മോചനശേഷമായിരിക്കുമെന്നാണ് കരുതിയതെന്നും രജനി ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ ഈ ആശങ്കകൾക്കെല്ലാം അറുതി വരുത്തിയാണ് ഇപ്പോൾ പൂർണം കുമാറിന്റെ മോചനം ഇന്ത്യ സാധ്യമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയുണ്ടായ പാക് പ്രകോപനങ്ങൾക്കൊടുവിൽ ഇന്ത്യ തിരിച്ചടി നൽകിയതോടെ പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചിരുന്നു. ഒടുവിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പൂർണം കുമാറിന്റെ മോചനം ഇന്ത്യ സാധ്യമാക്കിയിരിക്കുകയാണ്.